ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. ഒരു വൈദ്യശാസ്ത്ര വിദ്യാർത്ഥിക്ക് ഹൃദയം രക്തപ്രവാഹങ്ങളെ നിയന്ത്രിക്കാനോ ഒടുവിൽ നിലപ്പിക്കാനുള്ളൊരു അവയവം മാത്രമാണ്. എന്നിട്ടും അയാൾ പോലും ഹൃദയമെന്ന് പറയുമ്പോൾ അതല്ല അർത്ഥമാക്കുക. ഭാവനയുടെ, സ്നേഹത്തിൻ്റെ, ഓർമ്മയുടെ, നനവിൻ്റെ എല്ലാ സർഗാത്മ പ്രവാഹങ്ങളുടെയും ഉറവിടമായിട്ടാണ് അയാളും ഹൃദയത്തെ പരാമർശിക്കാൻ പോവുക. കാലാകാലങ്ങളായിട്ട് ആ പദം ഉപയോഗിച്ചിരുന്നത് അതിനുവേണ്ടി തന്നെയായിരുന്നു. ഹൃദയം കൊണ്ട് ആരും ചിന്തിച്ചിട്ടില്ല. ഹൃദയത്തിലൊരു ഓർമ്മയ്ക്കും ഉള്ള അറകളുമില്ല. എന്നിട്ടും തലച്ചോറ് കൊണ്ട് ചെയ്യുന്ന ഈ കർമ്മങ്ങളൊക്കെ ഹൃദയം കൊണ്ട് ചെയ്യുന്നതാണെന്ന് മനുഷ്യൻ സങ്കല്പിച്ചു. പതുക്കെ പതുക്കെ തലച്ചോറും ഹൃദയവും എതിർധ്രുവങ്ങളിലുമായി. ഹൃദയപൂർവ്വം ജീവിക്കുക, ഹൃദയത്തോടൊപ്പം ഹൃദയത്തിൻ്റെ ആ മർമ്മരങ്ങൾക്ക് കാതോർക്കുക തുടങ്ങിയവയൊക്കെയായിരുന്നു എല്ലാ കാലങ്ങളും ഗുരുക്കന്മാർ പറഞ്ഞിരുന്ന മന്ത്രം. യേശു ഈ ഹൃദയപൂർവ്വം ജീവിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരാളാണെന്ന് നമുക്കറിയാം. ക്ഷണവും അത് തന്നെ. പതുക്കെ പതുക്കെ തലച്ചോറിൽ നമ്മുടെ കാലം വല്ലാതെ കുരുങ്ങുകയാണ്. അതിൻ്റെ ചിന്തകളൊക്കെ വളരെ ബുദ്ധിപൂർവമാകുന്നു. കണക്കാണ് അതിൻ്റെ നിയമം, ലാഭനഷ്ടക്കോളങ്ങളാണ് അതിൻ്റെ പുതിയ വേദം. അതിനകത്തുനിന്ന് കുതറിമാറി ഒരിക്കൽ കൂടി ആ ഹൃദയത്തിൻ്റെ മർമ്മരങ്ങളെ കേൾക്കാനായിട്ട് ഒരു ക്ഷണവുമായി ഈ ജൂൺ മാസം. എല്ലാ ജൂൺ മാസവും അത് തന്നെയാണ്. തിരുഹൃദയത്തെ ഓർമ്മിക്കാൻ വേണ്ടിയുള്ളതാണ്, നമസ്കരിക്കാനുള്ളതാണ്, ധ്യാനിക്കാനുള്ളതാണ്. ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾക്ക്, അവിടുത്തെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളോടൊപ്പം മിടിക്കുക എന്നുള്ളൊരു ധർമ്മം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു പഴയ കഥ കണക്ക് വെള്ളച്ചാട്ടത്തിന് കുറുകെ വലിച്ചു കെട്ടിയ ഒരു കയറിലൂടെ അഭ്യാസങ്ങൾ കാട്ടുന്ന ഒരു സാഹസികനായ ഒരു മനുഷ്യൻ. അയാളിങ്ങനെ കുറുകെ കടന്നു വരുമ്പോൾ ആൾക്കൂട്ടം ആരവത്തോടുകൂടിയാണ് ആ മനുഷ്യനെ സ്വീകരിക്കുക. എന്നാൽ അയാൾ പറഞ്ഞു, എനിക്ക് മറ്റൊരു നമ്പർ കൂടിയുണ്ട്. ഒരാളെയും എടുത്തുകൊണ്ട് എനിക്ക് ഇതിന് കുറുകെ പോകാനായിട്ട് പറ്റും. ആരാണ് അതിന് തയ്യാറാവുക? ഒരു ചെറിയ കുട്ടി മുമ്പോട്ട് വരുന്നു. അയാൾ ഈ കുഞ്ഞിൻ്റെ കാതുകളിൽ എന്തോ മന്ത്രിക്കുന്നു. കുഞ്ഞ് ഈ മനുഷ്യനെ ഇങ്ങനെ അടക്കം പൂട്ടിയിരിക്കുന്നു. എന്നിട്ട് കുത്തിയൊഴുകുന്ന ഈ ജലപ്രവാഹത്തിന് കുറുകെ കെട്ടിയിരിക്കുന്ന ആ ചെറിയ ചരടിലൂടെ രണ്ടുപേരും സഞ്ചരിക്കുക. ഒടുവിൽ മറുകരയിലെത്തുമ്പോൾ ആ മുഴുവൻ ആൾക്കൂട്ടത്തിൻ്റെയും അട്രാക്ഷൻ, മുഴുവൻ ആൾക്കൂട്ടത്തിൻ്റെയും ഹീറോ ഈ ചെറിയ കുഞ്ഞായി മാറുകയാണ്. ആ കുഞ്ഞിനോട് ചോദിച്ചു, എങ്ങനെ നിനക്ക് ഇതിനുള്ള ധൈര്യം കിട്ടിയത്? അയാൾ എന്താ നിനക്ക് പറഞ്ഞു തന്നത്? അപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞു, അയാൾ എന്നോട് ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, ഇന്ന് തൊട്ട്, ഈ നിമിഷം തൊട്ട് നമ്മുടെ ഹൃദയമിടിപ്പുകൾ ഒന്നായിരിക്കണം. നിൻ്റെ ഹൃദയമിടിപ്പും എൻ്റെ ഹൃദയമിടിപ്പും തമ്മിൽ ആവേഗങ്ങളിൽ ഒരു ഞൊടിയിട, ഒരു അയോട്ട വ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വിധി നമ്മുടെ കൈകളിലല്ല. അതുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞു, എന്നോടൊപ്പം മിടിക്കാനായിട്ട് മാത്രം നീ പരിശീലിക്കുക, നമുക്ക് ഒരുമിച്ച് മിടിക്കാം. ഒരുപക്ഷെ ഈ ജൂൺ മാസത്തിൽ തിരുഹൃദയത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഈ കാലത്തിനകത്ത് ഓരോ സന്ധ്യയിലും തിരുഹൃദയ നടയിൽ നിന്ന് വണക്കവാസം വായിക്കുന്ന ദിനങ്ങളിൽ, ചെറിയ മഴ വീഴുന്ന ഈ ദിനങ്ങളിൽ നിശബ്ദമായിട്ടൊന്ന് കാതോർത്ത് കഴിഞ്ഞെന്നാൽ ആ ശബ്ദം നിശ്ചയമായിട്ടും ഓരോരുത്തരുടെ ഉള്ളിൽ നിന്ന് കേൾക്കും. നമുക്ക് അവനോടൊപ്പം മിടിക്കാം, ആ ഹൃദയമിടിപ്പുകൾ സ്വന്തമാക്കാം. ഹൃദയവുമായി ബന്ധപ്പെട്ട് യേശു തരുന്ന കുറച്ച് വിചാരങ്ങൾ വേണമെങ്കിൽ യേശുവിൻ്റെ ഹൃദയപാഠങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന ചില കാര്യങ്ങളെ ഒന്ന് ഈ ദിനങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നാൽ നല്ലതാണ്. ഇതൊക്കെയാണ് ആ ഹൃദയവുമായി ബന്ധപ്പെട്ട പുതിയ നിയമത്തിൽ യേശു പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായിട്ട് യേശു പറയുന്നു, നിൻ്റെ നിക്ഷേപം എവിടെയാണെന്ന് കണ്ടെത്തുക. നിൻ്റെ നിക്ഷേപം എവിടെയായിരിക്കുമോ അവിടെ ആയിരിക്കും നിൻ്റെ ഹൃദയം. തൻ്റെ കാലത്തും താൻ അഭിമുഖീകരിച്ച ജനതയോടും മാത്രമല്ല, എല്ലാ കാലത്തിലും തൻ്റെ സാന്നിധ്യം കൊണ്ട് അവൻ ക്രമപ്പെടുത്താൻ പോകുന്ന, പ്രകാശിപ്പിക്കാൻ പോകുന്ന എല്ലാ മനുഷ്യരും അവിടെ ചോദിക്കുന്ന ഇതാണ്, നിങ്ങളുടെ നിക്ഷേപം എവിടെ? എന്തിലാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നത്? സെൻ്റ് ആനിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന ഒരു കഥ കണക്ക്, ഒരു ധനികനായൊരു മനുഷ്യൻ എന്തുകൊണ്ടോ ഈ ആൻ്റണി തനിക്ക് കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ, തനിക്ക് പരിഗണന തരാത്തതായിട്ട് ഈ മനുഷ്യന് തോന്നി. തൻ്റെ ധനം കൊണ്ട് ലോകം മുഴുവൻ തൻ്റെ മുമ്പിൽ വളരെ ആദരപൂർവ്വം കൈകൂപ്പിയുമൊക്കെ നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ തനിക്ക് തരാതെ പോകുന്ന പരിഗണന ഓർത്തിട്ട് ഇയാൾക്ക് തെല്ല് കലമ്പലുണ്ടായി. അയാൾ പറഞ്ഞു, നീ എന്തുകൊണ്ടാണ് എന്നെ ഗൗരവമായിട്ട് എടുക്കാത്തത്? നീ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത്? അപ്പോൾ ആൻ്റണി എന്ന് പറയുന്ന ഈ മങ്ക്, ഈ സന്യാസി പറഞ്ഞു, അതിൻ്റെ കാരണമുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ വെറുതെ പൊള്ളയായ ഒരു ശരീരം മാത്രമാണ്, നിങ്ങളുടെ ഉള്ളിൽ ഒരു ഹൃദയമില്ല. അത് പറഞ്ഞു, നീ എന്താ അർത്ഥമാക്കുന്നത്? ആൻ്റണി പറഞ്ഞു, ഞാൻ പറയുന്നത് അതിൻ്റെ കൃത്യമായ അതേ അക്ഷാർത്ഥം തന്നെ. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഹൃദയമില്ല. കാരണം നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ നിക്ഷേപത്തോടൊപ്പമാണ്. എന്നിട്ട് ആൻ്റണി ഈ മനുഷ്യനെ
കൂട്ടിക്കൊണ്ടുപോയി അയാളുടെ കൊട്ടാര സദസ്യമായ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നു. കിടപ്പ് മുറിയിൽ അയാളുടെ മുഴുവൻ ധനവും വെച്ചുകൊണ്ടിരിക്കുന്ന വലിയ അലമാരുണ്ട്, വലിയ സേഫുണ്ട്. എന്നിട്ട് ആ സേഫ് തുറക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് നാണയങ്ങളുടെയും വജ്രങ്ങളുടെയും കറൻസിയുടെയും ഒക്കെ ഇടയിലായിട്ട് ഒരു ഹൃദയം മിടിക്കുന്നു. കഥയായിരിക്കാം ഇത്. എന്നാലും ഓരോരുത്തരും വെറുതെ ഈ സന്ധ്യയിൽ തങ്ങളോട് തന്നെ ചോദിക്കേണ്ട കുഞ്ഞു ചോദ്യമുണ്ട്: എവിടെയാണ് ഞാൻ എൻ്റെ ഹൃദയത്തെ വെച്ചിരിക്കുക? നിൻ്റെ നിക്ഷേപം എവിടെയായിരിക്കുമോ അവിടെ ആയിരിക്കും നിൻ്റെ ഹൃദയം. ചെറിയ പ്രായത്തിലൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ ക്ലാസ് മുറിയിൽ പഠിച്ചിട്ടുള്ള കഥ, ഒരു കുരങ്ങനെ തട്ടിയെടുത്തുകൊണ്ട് പോകുന്ന മുതലയുടെ കഥ. മരത്തി വസിക്കുന്ന ജി ഉണ്ടായിരിക്കുമെന്നൊക്കെ ധരിച്ച് ഒരു മുതല ഇങ്ങനെ കുരങ്ങുമായിട്ട് പോകുന്നു. പൊട്ടക്കഥയാണെന്ന് നമുക്ക് തോന്നുന്ന ഒന്നാണ്, പക്ഷെ അതിനകത്ത് എവിടെയോ ഒരു കുഞ്ഞൊരു പ്രകാശം കിടപ്പുണ്ട്. എന്നിട്ട് ഉള്ളിൻ്റെ ഈ പുഴയുടെ ഉള്ളിലേക്ക് ഈ പതുക്കെ ഈ കുരങ്ങനെ കൊണ്ടുപോയിട്ട് മുതല പറയുകയാണ്: എനിക്ക് നിൻ്റെ ഹൃദയം ആവശ്യമുണ്ട്, അതിനുവേണ്ടി നിന്നെ പതുക്കെ ഓരോ കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് തട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കുരങ്ങ് വളരെ കൂളായിട്ട് പറയുന്ന ഒരു മറുപടി ഉണ്ട്: നിനക്ക് നേരത്തെ പറയാമായിരുന്നു, ഇങ്ങനെ ആവശ്യം നിനക്കുണ്ടായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിശ്ചയമായിട്ടും എൻ്റെ ഹൃദയം എടുത്തു കൊണ്ടുവരുമായിരുന്നു. അത് നീ അങ്ങനെ പറയുന്നത് അല്ല. ഞാൻ എവിടെ പോകുമ്പോഴും എൻ്റെ ഹൃദയത്തെ എൻ്റെ ഗൃഹത്തിനകത്ത് എൻ്റെ ചില്ലയിലാണ് ഒളിപ്പിച്ച് വെച്ച്. ഇപ്പോൾ എന്തോ ചില ഇടങ്ങളിലൊക്കെ മനുഷ്യ അവരെ ഹൃദയം സൂക്ഷിക്കുന്നുണ്ട്. എവിടെയാണ് മനുഷ്യ അവൻ്റെ ഹൃദയം സൂക്ഷിക്കുക? ചിലപ്പോൾ നമുക്ക് തന്നെ ലജ്ജ തോന്നുന്ന കിടക്കുക, ചിലപ്പോൾ നമുക്ക് തന്നെ വേണ്ടായിരുന്ന ഇടങ്ങളിലൊക്കെ ആയിരിക്കാം ഓരോരുത്തരും അവരുടെ ഹൃദയങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എവിടെയിന്ന് ആ തച്ചൻ്റെ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിലേക്ക് വർത്തമാനകാലത്തിലേക്ക് വരുന്നുണ്ട്: നിൻ്റെ നിക്ഷേപം എവിടെയായിരിക്കുമോ അവിടെ ആയിരിക്കും നിൻ്റെ ഹൃദയം. നിനക്ക് വിലപിടിപ്പുള്ള എവിടെ ആയിരിക്കും. യേശുവിൻ്റെ ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയുന്ന മാനവരാശിയായിരുന്നു. അതുകൊണ്ടായിരിക്കണം ആ ഹൃദയം എന്ന് പറയുന്ന അടയാളത്തിൽ കൂടി ജീവിക്കാനായിട്ട് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെയൊക്കെ ഉമ്മറങ്ങളിൽ നമ്മൾ തൂക്കുന്ന ആ തിരുഹൃദയ ചിത്രം പോലും ആ ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമാണ്. നേരത്തെ സൂചിപ്പിച്ച കണക്ക് വളരെ മാനുഷികമായൊരു വിചാരമാണ് ഈ ഹൃദയം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരാളുടെ സാന്നിധ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെയോ ഒക്കെ അടയാളമാണെന്ന്. അതിന് കൃത്യമായിട്ട് ആ ശാസ്ത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു യുക്തിയുടെ ഒന്നും പിൻബലവും ഇല്ല. എന്നിട്ടും ആ ഹൃദയം എന്ന് പറയുന്ന അടയാളത്തിലൂടെ അവിടുത്തെ ഓർമ്മ കൊണ്ടാടപ്പെടുമെന്ന് നമുക്കറിയാം. ഒരു 11-ാം നൂറ്റാണ്ട് തൊട്ടൊക്കെ ഈ ഈ തിരുഹൃദയ ഭക്തി ആരംഭിച്ചിട്ടുണ്ട്. എന്നിട്ടും അതിനൊരു കൃത്യമായൊരു രൂപം ലഭിക്കുന്നത് ഒരു 16-ാം നൂറ്റാണ്ടിൻ്റെയൊക്കെ ആദ്യത്തിലാണ്. മാർഗഷ് മേരി അലോക്ക് എന്ന് പറയുന്ന ഒരു വിസിറ്റേഷൻ സന്യാസിനി, ഫ്രാൻസിലാണ് അവരുടെ മഠം. അവർക്കിങ്ങനെ ഒരു 1673 തൊട്ട് 75 വരെയുള്ള കാലഘട്ടങ്ങൾക്കകത്ത് യേശുവിൻ്റെ ദർശനം ഉണ്ടാവുകയാണ്. അത്തരം ദർശനങ്ങളിലൊക്കെ കാണുന്നത് ഒരു ഹൃദയമാണ്, ഒരു വിരൽ കൊണ്ടിങ്ങനെ എടുത്തു പിടിച്ചിരിക്കുന്നൊരു ഹൃദയം. ആ ഹൃദയം ആവട്ടെ ഇങ്ങനെ തീച്ചുളക്കകത്ത് സ്നേഹജ്വാലയില്ല, അതിന് മുകളിലായിട്ട് ഒരു കുരിശടയാളം, പിന്നെ അതിനെ വലം ചുറ്റി ഇങ്ങനെ ഒരു മുള്ളിൻ്റെ ഒരു ഒരു മുള്ളു അതിനെ പൊതിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഈ ചിത്രമാണ് ഈ പറയുന്ന പിന്നീട് വിശുദ്ധിയായി മാറുന്ന ഈ സന്യാസിനിക്ക് കിട്ടുന്ന ദർശനം. ആ ദർശനത്തിൽ നിന്നാണ് ഈ നമ്മളുടെ ഉമ്മറങ്ങളിൽ, നമ്മുടെ ഗൃഹങ്ങളിലൊക്കെ നമ്മൾ സൂക്ഷിക്കുന്ന തിരുഹൃദയ ചിത്രം ആരംഭിക്കുന്നത്. അപ്പോൾ നിൻ്റെ നിക്ഷേപം എവിടെയായിരിക്കുമോ അവിടെ ആയിരിക്കും നിൻ്റെ ഹൃദയം. യേശുവിൻ്റെ നിക്ഷേപം എന്ന് പറയുന്ന മാനവരാശി. നിശ്ചയമായിട്ടും ആ മാനവരാശി എവിടെയൊക്കെ വസിക്കുന്നുണ്ടോ, സ്നേഹത്തിൽ വസിക്കുന്നുണ്ടോ, ഒരുമിച്ച് വസിക്കുന്നുണ്ടോ, ഒരു കൂരയ്ക്ക് താഴെ വസിക്കുന്നുണ്ടോ, അവിടങ്ങളിലൊക്കെ ഇപ്പോഴും ആ ഹൃദയം സ്പന്ദിക്കുന്നുണ്ട് അടയാളമായിട്ട്. രണ്ടാമതായിട്ട് യേശു പറഞ്ഞ മറ്റൊരു ഹൃദയ വിചാരം ഇതാണ്: വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവൻ്റെ ഉറവയുണ്ടാകും. കുറേ കൂടി നനവിൻ്റെ ഈർപ്പമുള്ള മനുഷ്യരൊക്കെ ആയിട്ട് ജീവിക്കാനുള്ള ക്ഷണമാണത്. ഈ മഴക്കാലത്തൊക്കെ നമുക്ക് കുറേ കൂടി നമ്മുടെ ചിന്തകൾ കുറേ കൂടി ഹൃദയപൂർവ്വമാക്കുന്നത് നല്ലതാണ്. ജീവിതത്തിലേക്ക് കുറച്ചുകൂടി ഈർപ്പമുള്ള നനവുള്ള ചില വിചാരങ്ങൾ വരട്ടെ. കാരണം ജീവിതം കുറേ കൂടി ഇങ്ങനെ പരുക്കനായിരിക്കൊണ്ടിരിക്കുന്നു, വരൾച്ചയെ നമ്മൾ നേരിടുന്നു എന്നുള്ളതൊക്കെയാണ് ഒരുപക്ഷെ ഏറ്റവും വലിയ വർത്തമാന ദുര്യോഗം. ഇത്തരം കാലത്തിനകത്ത് കുറേ കൂടി നനവുള്ള മനുഷ്യരുണ്ടാവട്ടെ. ഒരു 10-40 നദികളാണ് ഈ ചെറിയ ഇടത്തിൻ്റെ പച്ചപ്പിനെ സൃഷ്ടിക്കുന്ന നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേര്, അവരൊരു പക്ഷേ ഒരു 1000 പേരായിരിക്കാം. 1000 നദികൾ ഒരു ദേശത്തുണ്ടാകുന്നതിനെ കുറിച്ച് സങ്കല്പിക്കുക. പറഞ്ഞെന്നാൽ ഒരു വർഷം മുമ്പ് കടന്നുപോയി ഞങ്ങളൊരു സ്നേഹിത, മാഗി എന്നാണ് അവരുടെ പേര്. അവരുടെ അവസാനത്തെ ഒരു മൊഴി കണക്ക്, അവരുടെ ഒരു മെസ്സേജ് അവരുടെ സ്നേഹിതർക്ക് വന്നിരുന്നു. അത് പലർക്കും കിട്ടിയത്, അല്ലെങ്കിൽ അവരുടെ സ്നേഹിതർക്ക് കിട്ടിയത് അവരുടെ മരണശേഷമാണ്. അതിനകത്തിങ്ങനെ ഒരു ഒറ്റ വരി മാത്രമേ ഉള്ളൂ. അതിങ്ങനെ വല്ലാതെ ഇങ്ങനെ ചങ്കിനെ ഭാരപ്പെടുത്തുന്ന, ഇപ്പോഴും കണ്ണുകൾ ഈർണാക്കുന്നൊരു വരിയാണ്. നദിയാണ് സരസ്വതി. കാണാതെ ഒഴുകാം, നിൻ്റെ വേരുകൾ നനക്കാം. അങ്ങനെ ജീവിച്ചിരിക്കുമ്പോഴും കടന്നു പോകുമ്പോഴും ഒക്കെ മനുഷ്യന് നദിയായിട്ട് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവൻ്റെ നദി ഒഴുകും. രാമകൃഷ്ണ പരമഹംസൻ്റെ ഒക്കെ അവസാന കാലങ്ങളിൽ ആ ഗുരുവിൻ്റെ
ആ നെഞ്ചിൽ നിന്ന് ഇങ്ങനെ പാലൊഴുകിയതൊക്കെ ആയിട്ടുള്ള സങ്കല്പം അദ്ദേഹത്തിൻ്റെ സാധകർക്കുണ്ട്. ഇതൊക്കെ ആ ഭംഗിയുള്ള മെറ്റഫറായിട്ട്, ഭംഗിയുള്ള രൂപങ്ങളായിട്ട് എടുത്താൽ നല്ലതാണ്. അപ്പോൾ രണ്ടാമത്തെ ഒരു സാധ്യത ഇതാണ്, നിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന നദി കുറേ കൂടി ഇങ്ങനെ നനവുള്ളൊരു സാന്നിധ്യമായിട്ട്, ഈറൻ സാന്നിധ്യമായിട്ട് നിലനിൽക്കാനായിട്ടുള്ള ക്ഷണം. മൂന്നാമതായിട്ട് യേശു പറഞ്ഞു തൻ്റെ ഹൃദയത്തിൽ നിന്ന് പഠിക്കുക. ആ ഹൃദയത്തെ യേശു വിശേഷിപ്പിക്കുന്നത്, ഞാൻ ഇങ്ങനെ ശാന്തചിത്തനും വിനീത ഹൃദയനുമാണ്, എന്നിൽ നിന്ന് പഠിക്കുക, ലേൺ ഓഫ് മീ. ഓരോരുത്തരുടെയും ആ സ്വീകരണ മുറിയിലും പ്രാർത്ഥനാ മുറിയിലും ഒക്കെ ആ തിരുഹൃദയത്തിൻ്റെ ചിത്രങ്ങളുണ്ട്. നമ്മുടെ വീടിൻ്റെ പ്രതിസന്ധിയാണ് എന്താ വാസ്തവത്തിൽ. നമുക്കിങ്ങനെ ഒരാളുടെ മുമ്പിൽ ഒന്ന് കുനിയാനായിട്ട്, ഒരാൾക്ക് വേറൊരാൾക്ക് വിട്ടുകൊടുക്കാനായിട്ട്, ഒരാൾക്ക് വേറൊരാളുടെ മുമ്പിൽ തോൽക്കാനായിട്ട് പറ്റുന്നില്ല. ഇത്തരം ഒരു തിരുഹൃദയത്തിൻ്റെ സാന്നിധ്യമുള്ള വീടുകൾക്കകത്ത് ഇത്രയും മത്സരം ആവശ്യമുണ്ട്, ഇത്രയും തർക്കം ആവശ്യമുണ്ട്, ഇത്രയും ഉറക്കെ ശബ്ദം ആവശ്യമുണ്ട്, ഇത്രയും ധാർഷ്ട്യം ആവശ്യമുണ്ടോ? ഇപ്പോൾ ഉമ്മറത്തിരിക്കുന്ന ഈ തിരുഹൃദയം നമ്മളോട് മന്ത്രിക്കുന്ന ഒന്നാണ്. നമ്മുടെ കുടുംബം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ അശാന്തികൾക്കും, മുഴുവൻ അലച്ചിലുകൾക്കും, മുഴുവൻ സ്പർദ്ധയ്ക്കും ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഇങ്ങനെ ഒരാൾ വേറൊരാളുടെ മുമ്പിൽ ഇങ്ങനെ വിനീതനാകാനായിട്ട് തയ്യാറാവുന്നില്ല. ഭവനത്തിനകത്തുള്ള സംഭവിക്കേണ്ട ആ ഒരു വിനീത ഭാവങ്ങളുണ്ട്. ഭവനം തുറന്നിട്ടിരിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ഒത്തിരി പേര് അതിലേക്ക് കയറി വരുന്നുണ്ട്. പലര്, ആരൊക്കെ? ചങ്ങാതിമാർ, യാചകര്, എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടൊരു വീട്. ആ തുറന്നിട്ടിരിക്കുന്ന ആ ഭവനത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പിൽ നമ്മൾ എന്തുമാത്രം വിനീതരായിട്ടാണ് നിൽക്കുന്നത്? വിനയത്തിൻ്റെ ഒരു ശരീരഭാഷ നമ്മുടെ ഭവനങ്ങൾക്കുണ്ടോ? അതോ അതതിൻ്റെ ഓരോ ചലനങ്ങൾക്കകത്തും, ഓരോ നിമിഷവും, ഓരോ വാക്കിനകത്തുമൊക്കെ വല്ലാത്ത ധാർഷ്ട്യം പുലർത്തുന്നുണ്ടോ എന്നൊക്കെ ഇത്തരം കാലങ്ങളിൽ വിചിന്തനം ചെയ്താൽ നല്ലതാണ്. കബീറൊക്കെ നമുക്ക് പറയുന്ന പാഠം കണക്ക് നമ്മുടെ മുമ്പിൽ വരുന്നവർക്ക് നമ്മളെക്കാൾ വലിപ്പമുണ്ടാകാവുന്ന വിധത്തിലൊരു ശരീരഭാഷ ഇനിയും രൂപപ്പെടണം. കബീറിനെ കുറിച്ചൊക്കെ നമ്മൾ പണ്ടൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നെയ്ത്തുകാരനായ ഈ മനുഷ്യൻ, അയാൾക്ക് അങ്ങാടിയിലൊരു ചെറിയൊരു കുടിസ്, ഒരു മുറിയുണ്ട്. സന്ധ്യയാകുമ്പോൾ ഇങ്ങനെ കമ്പോളം സജീവമാകുന്നു. ഇയാളുടെ ആ ഒരു കുടിസിടത്തിലേക്ക് ആരെങ്കിലും വന്ന് മാറി വരുന്ന കാണുമ്പോൾ, കുറച്ച് ദൂരെയായിട്ടുള്ളൊരു നെയ്ത്ശാലയെ, തൻ്റെ അടുക്കിലേക്ക് വരുന്ന അറിയുമ്പോൾ കബീർ നെയ്ത്ത് അവസാനിപ്പിക്കുന്നു. എന്നിട്ട് പുറത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഈ മനുഷ്യനെ ആദരപൂർവ്വം സ്വീകരിക്കുന്നു. അയാളുടെ കാലൊക്കെ കഴുകുന്നു. എന്നിട്ട് അയാൾ അകത്തേക്ക് ക്ഷണിക്കുന്നു, രാമ അകത്തേക്ക് വാ. അയാളുടെ ആ ഒരു വൊക്കാബുലറി, ഭഗവാൻ ഉപയോഗിക്കുന്ന വാക്കാണ് രാമ എന്നുള്ളത്. അപ്പോൾ അകത്തേക്ക് വാ. എന്നിട്ട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, രാമന് ഏതുടുപ്പ് ആവശ്യം? രാമ ഈ ഉടുപ്പ് അലക്കുമ്പോൾ സൂക്ഷിച്ചലക്കണം. രാമ ഇതിന് ഇഴയെടുപ്പം കൂടുതലാണ്. ഇങ്ങനെ വന്ന മനുഷ്യനെ ഈ കബീർ അഭിസംബോധന ചെയ്യുന്നത് രാമ എന്നാണ്, വിച്ച് മീൻസ് ഭഗവാൻ. എന്നിട്ട് ഈ അവസാനം വരെ കൂടെ പോകും. എന്നിട്ട് ഈ ഇടവഴിയുടെ അറ്റത്ത് ചെന്നിട്ട് ഇനിയും കൂടെ പോകാൻ പറ്റാത്തതുകൊണ്ട് മാത്രം അയാൾ അവിടെ നിൽക്കും. അങ്ങനെ പോകുന്ന വഴിക്ക് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് തിരിഞ്ഞു നോക്കാൻ പേടിയാണ്. കാരണം തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴും കാണാം കബീർ ഇങ്ങനെ കണ്ണ് നിറഞ്ഞും കൈകൂപ്പിയും ഇങ്ങനെ നിൽക്കുന്ന കാഴ്ച. വീട് അതിൻ്റെ ഭംഗിയെ വീണ്ടെടുക്കേണ്ടത് അതിൻ്റെ വിനീത ഭാവത്തോടു കൂടിയാണ്. ഓരോ പ്രാവശ്യം തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ, എത്ര പ്രാവശ്യം നമ്മൾ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്? കുഞ്ഞുങ്ങൾ അതിനു മുമ്പിൽ പ്രാർത്ഥിപ്പിച്ചിട്ട് നമ്മൾ വിടുന്നത്. ജോലിക്ക് പോകുന്നതിനേക്കാളും അതിനു മുമ്പിൽ മിഴിപൂട്ടി നിൽക്കുന്നുണ്ട്. തിരികെ വരുമ്പോൾ നമസ്കരിക്കുന്നുണ്ട്. സന്ധ്യയിൽ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. രാത്രി കിടക്കുന്നതിനേക്കാൾ മുമ്പേ അതിനു മുമ്പേ ചെന്നിട്ട് വീണ്ടും ഒന്ന് നമസ്കരിച്ച് നിൽക്കുന്നുണ്ട്. ഈ തിരുഹൃദയം വീടിനോട് ആവശ്യപ്പെടുന്ന കുറേ കൂടി വിനീതമായിട്ട് വർത്തിക്കാൻ വേണ്ടി, കുറേ കൂടി സൗമ്യമായ വിനീതരായ മനുഷ്യർ ഭവനങ്ങൾക്കകത്ത് വസിക്കട്ടെ. ഭവനത്തിന് ഇത്രയും ശബ്ദം വരുമ്പോഴും പോലും നമുക്ക് പേടിയാണ്. ആരൊക്കെ ഇങ്ങനെ താന്നു കൊടുക്കാനായിട്ട്, ആരൊക്കെ ഇങ്ങനെ തോറ്റു കൊടുക്കാനുമായിട്ടും പറ്റാതെ പോകുമ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ ഭംഗിയുള്ള ഭവനങ്ങളുണ്ടാവട്ടെ. അതിനൊക്കെയുള്ള പ്രേരണയായി മാറേണ്ടതല്ലേ ആ ഭിത്തിയിൽ ഈ തിരുഹൃദയ രൂപം. പിന്നെ ഒരു നാലാമത്തെയും അഞ്ചാമത്തെയും വിചാരമായിട്ട് നമുക്ക് കാണാവുന്നത് ഈ തിരുഹൃദയവുമായിട്ട് ചേർന്ന് സംഭവിക്കുന്ന ചില രൂപാന്തരീകരണങ്ങളാണ്. അത് തിരുവത്താഴ മേശ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. അവൻ്റെ ഹൃദയത്തോട് ചേർന്ന് കിടന്നിരുന്നൊരു മനുഷ്യൻ, യോഹന്നാൻ എന്നയാളുടെ പേര്. ഇന്ന് ഈ മനുഷ്യൻ സ്നേഹത്തിൻ്റെ അപ്പോസ്റ്റലനായിട്ടാണ് പരിഗണിക്കപ്പെടുക. നിങ്ങൾ ഈ മനുഷ്യൻ്റെ ട്രാക്ക് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അയാൾ ഒരു കാലത്തും സ്നേഹത്തിൻ്റെ അപ്പോസ്റ്റലനായിരുന്നില്ല. വലിയ ധാർഷ്ട്യം ഉണ്ടായിരുന്ന മനുഷ്യനാണ്. യേശുവിനെ സമര്യാഗ്രാമം സ്വീകരിക്കാതെ പോകുമ്പോൾ ആകാശത്തിന് തീയിറക്കി ഈ മുഴുവൻ നഗരത്തെ നശിപ്പിക്കാമെന്ന് പറയുന്ന ഈ മനുഷ്യൻ പറഞ്ഞ ഈ വാക്ക് കേട്ടിട്ട് ഇങ്ങനെ യേശു അവനെ ഞെട്ടിത്തിരിഞ്ഞ് നോക്കുന്നൊക്കെയാണ് ആദ്യകാല കയ്യെഴുത്ത് പ്രതികൾ, മാൻസ്ക്രിപ്റ്റുകളിലൊക്കെ. യേശു അവനെ ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയിട്ട് ചോദിച്ചു, നിന്നെ ഭരിക്കുന്ന ഏതാത്മാവ്? യേശുവിനെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ ആ ധാഷ്ട്യമോ പകയോ വിദ്വേഷമോ കയ്പൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യൻ്റെ പേരാണ് യോഹന്നാൻ. പിന്നീട് തൻ്റെ സഹോദരനെയും വിളിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ ഇടതും വലതും ഇരിക്കാനുള്ള സൗഭാഗ്യത്തിന് വേണ്ടി ചോദിക്കുന്നു. ആരോ ഒരാളിങ്ങനെ യേശു നാമത്തെ പ്രഘോഷിക്കുമ്പോൾ ചെന്ന് വിലക്കുന്നു, കാരണം അയാൾ നമ്മുടെ കൂട്ടത്തിൽ പെടുന്നതല്ലെന്ന് പറയുന്നു. അപ്പോഴാണ് യേശു പറയുന്നത്, നമുക്കെതിരല്ലാത്തവരൊക്കെ നമ്മളോടൊപ്പമാണെന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യരോട്. അപ്പോൾ ഇങ്ങനെ ഭംഗിയില്ലാത്ത ഒരു ഭൂതകാല ഈ മനുഷ്യനുണ്ട്. എന്നാൽ അസാധാരണമായ ബുദ്ധിയുണ്ട്. അതുകൂടി ഒന്ന് ഓർത്താൽ നല്ലതാണ്. ഒരു കടപ്പുറത്തെ ഒരു പ്രത്യേക ദരിദ്രമായ സാഹചര്യങ്ങളിൽ ജനിക്കുകയും
വസിക്കുകയൊക്കെ ചെയ്ത് ഈ മനുഷ്യർ ഉപയോഗിക്കുന്ന പദങ്ങളെന്നൊക്കെ പറയുന്നത് അക്കാലത്ത് യവന പണ്ഡിതന്മാർ, ഹെലനിസ്റ്റിക് വേൾഡ്, ആ ഒരു ഫിലോസഫിക്കൽ വേൾഡിലുള്ള മനുഷ്യർ പറയുന്ന പദങ്ങളൊക്കെ. ഉദാഹരണത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആദിയിൽ വചനമുണ്ടായിരുന്നു പറയുന്ന അതൊക്കെ ഉപയോഗിക്കുന്ന ലോഗോസ് എന്ന് പറയുന്ന വാക്കൊക്കെ ഇതൊരു എബ്രായ ഗ്രാമത്തിന് മനസ്സിലാവുന്ന ഭാഷയുണ്ട്, പാലസ്തീൻ ഗ്രാമത്തിന് മനസ്സിലാവുന്ന ഭാഷയല്ല. അപ്പോൾ അത്രയും ബുദ്ധിശക്തി ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ബുദ്ധി കൊണ്ട് ജീവിച്ചു എന്നുള്ളതാണ് ഈ മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റ്. ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന ഈ മനുഷ്യന് നിശ്ചയമായിട്ടും തൻ്റെതായ ചില ശാഠ്യങ്ങളുണ്ട്, തൻ്റെതായ മുൻവിധികളുണ്ടാകും, തൻ്റെതായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടം ഉണ്ടാകും. എന്നിട്ടോ അയാൾക്ക് സംഭവിച്ച മാറ്റമാണ് നമ്മുടെ ഒരു 4ാമത്തെ വിചാരം. തിരുവത്താഴ മേശയിൽ അയാൾ തൻ്റെ ശിരസ് യേശുവിൻ്റെ ചങ്കോട് ചേർന്ന് കിടന്നു. എന്താ ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത്? സറണ്ടറിങ് യുവർ ലോജി ടു ദ ഹാർട്ട്. നേരത്തെ സൂചിപ്പിച്ച കണക്ക് 2 തരത്തിൽ ജീവിക്കാം. അതങ്ങനെ നിങ്ങൾക്ക് തല കൊണ്ട് ജീവിക്കാം, അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് ജീവിക്കാം. ചുറ്റിനും കാണുന്ന മുഴുവൻ പ്രശ്നങ്ങളും ഈ തല കൊണ്ട് ജീവിക്കുന്നവരുടെ പ്രശ്നമാണ്. അവരാ നമ്മുടെ കാലത്തിൻ്റെ ഭംഗിയെ കെടുത്തി കളയുക, അവരാ നമ്മുടെ കാലത്ത് നിന്ന് കവിതയെ മോഷ്ടിക്കുക, അവരാ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ധ്യാനത്തെ ചോർത്തിയെടുക്കുക. അപ്പോൾ ജീവിതത്തിലേക്ക് ഈ കവിതയും ധ്യാനവും സംഗീതവും ഒക്കെ വരണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ: പതുക്കെ തല കൊണ്ടുപോയി ഹൃദയത്തിന് കീഴ്പ്പെടുത്തുക. ഈ ഹൃദയം കൊണ്ട് ജീവിക്കുക, ഹൃദയപൂർവ്വം ജീവിക്കുക. സ്പിരിച്വാലിറ്റിയിൽ പോലും ഒരു പ്രത്യേക ഒരു ഘട്ടത്തിനകത്ത് വളരെയേറെ ഇങ്ങനെ ബൗദ്ധികമായ ചില കാര്യങ്ങളുടെ ഒക്കെ ഒരു തരം വ്യായാമം അതിനകത്ത് നടക്കുന്നുണ്ടായിരുന്നു. പതുക്കെ പതുക്കെ കാര്യങ്ങൾ മെച്ചപ്പെടുകയാണെന്ന് തോന്നുന്നു. മനുഷ്യൻ അഫക്റ്റീവ് സ്പിരിച്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അഫക്റ്റീവ് സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ആ ഒരു ശ്രേണി ആരംഭിക്കുന്നത് തന്നെ അസീസിലെ ഫ്രാൻസിൽ നിന്നൊക്കെയാണെന്നാണ് പറയപ്പെടുക. പിന്നീട് ഒത്തിരി മനുഷ്യർ, വിശേഷം കൊച്ചുദേശ തുടങ്ങിയ പുണ്യവതികളൊക്കെ പറയുന്ന ഈ അഫക്റ്റീവ് സ്പിരിച്വാലിറ്റി, ഹൃദയം കൊണ്ടുള്ളൊരു പ്രാർത്ഥന, ഹൃദയം കൊണ്ടുള്ള ജീവിതം, ഹൃദയം കൊണ്ടുള്ള വ്യാപാരം, ഹൃദയം കൊണ്ടുള്ള വർത്തമാനം, ഇതിനൊക്കെ ഉള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപക്ഷെ ഈ മനുഷ്യൻ തൻ്റെ ബുദ്ധിയെ കൊണ്ടുപോയി യേശുവിൻ്റെ ഹൃദയത്തിന് അടിയറവ് പറഞ്ഞു. അതിനുശേഷം അയാളുടെ ജീവിതം പഴയതല്ല. നമുക്കറിയാം, ആ രാത്രിയിൽ ഇടയനടിക്കുകയും ആടുകൾ ചിതറപ്പെടുകയും ചെയ്തു. ഇങ്ങനെ അടികൊള്ളുമ്പോൾ ചെതറി ഓടുന്നവരൊക്കെ ഇങ്ങനെ ബുദ്ധി കൊണ്ട് ഓടുന്നവരാണ്. ഹൃദയം കൊണ്ട് ജീവിക്കുന്നവർക്ക് ആരെയും പാതി വഴി വിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, അയാൾ നിശ്ചയമായിട്ടും യേശുവിൻ്റെ കൂടെ പോകാൻ തയ്യാറാകും. നിശ്ചയമായിട്ട് അയാൾ പോവുകയും ചെയ്തു. അയാൾ മാത്രമല്ല കൂടെ പോകുന്നത്, അയാളോടൊപ്പം കുറച്ച് സ്ത്രീകളും പോകുന്നുണ്ട്. ഈ സ്ത്രീകളുടെയും ഒരു പൊതുവായൊരു ഗുണമെന്ന് പറയുന്നത് അവരിങ്ങനെ ഹൃദയം കൊണ്ട് ജീവിക്കുന്നവർ, തലകൊണ്ട് ജീവിക്കുന്നതല്ല. ഒരു പ്രണയത്തിൽ പോലും നമുക്കറിയാം, ഈ തലകൊണ്ട് ചിന്തിക്കുകയും തലകൊണ്ട് ചില തീരുമാനങ്ങൾ എത്തുകയും ഒരു തലകൊണ്ട് അവൾ റിജക്റ്റ് ചെയ്യാനും പോകുന്ന മിക്കവാറും ആണായിരിക്കും, പെണ്ണല്ല. ഇങ്ങനെ അവസാനത്തോളം പോകുന്നവരൊക്കെ ഈ ഹൃദയം കൊണ്ട് ജീവിക്കുന്നവരാണ്. ഒത്തിരി കാര്യങ്ങളിങ്ങനെ യോഹന്നാനിൽ നിന്ന് എടുത്തു പറയാനുണ്ട്. ഒരു ഹൃദയം അയാളിലുണ്ടാക്കുന്ന മാനസാന്തരം അത്രയും ആ ഹൃദയത്തിൽ കീഴ്പ്പെട്ടത് കൊണ്ട് അയാളുടെ ആ ഭൗതികമായ ചില യുക്തിബോധങ്ങൾ പോലും നഷ്ടമാകുമെന്നാണ് പറയുന്നത്. കാരണം അയാളിങ്ങനെ യേശുവിൻ്റെ നെഞ്ചിന് വേണ്ടി ഉപയോഗിക്കുന്ന പദം പോലും ഇങ്ങനെ സ്ത്രീയുടെ മാറുന്നൊരു വാക്ക് ഉപയോഗിക്കുക, ബോസ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുക. ഇത് യവന ഒരു സംസ്കാരത്തിൽ ഈ മാറിടം എന്ന് പറയുന്ന പദം പുരുഷന് സ്ത്രീക്ക് വേണ്ടി ഉപയോഗിക്കാമെന്നൊക്കെ എക്സൈറ്റിക്കലായ വായന ഉണ്ടെങ്കിൽ പോലും അതിന് വേറെ തരം ഒരു ഭംഗിയുണ്ട്. ഒരു സ്ത്രീയുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന കണക്ക്, ഒരു അമ്മയുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന കണക്ക് യോഹന്നാൻ യേശുവിൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുകയും അവിടെ നിന്ന് ഇങ്ങനെ ശുദ്ധ സ്നേഹത്തിൻ്റെ ആ മുലപ്പാൽ കുടിക്കുകയും ചെയ്തു. അതിനുശേഷം അയാളുടെ ജീവിതം പഴയതല്ല. അപ്പോൾ ആരൊക്കെ ഇങ്ങനെ ഹൃദയത്തിന് തങ്ങളുടെ തലയെ കീഴ്പ്പെടുത്തുന്നോ അവരുടെ ജീവിതം പഴയതല്ല. അവരുടെ ജീവിതത്തിന് എന്തൊരു അഴകാണ് ഉള്ളത്. അവരെ കണക്കുള്ള മനുഷ്യൻ നിലനിൽക്കേണ്ടത്. അതുകൊണ്ടാണ് യേശു പത്രോസുമായി ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തീർക്കുക. പത്രോസിന് കൊടുക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പത്രോസ് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഇയാൾക്ക് എന്ത് സംഭവിക്കും? അതിൻ്റെ അർത്ഥം ഈ ഹൃദയം കൊണ്ട് ജീവിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? കാരണം അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, ഒരു അധികാരവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പത്രോസിനെ യേശു കൈപിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഒരു അധികാരത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കാവുന്നൊരു കുഞ്ഞു പ്രശ്നം, പതുക്കെ പതുക്കെ ഇങ്ങനെ ഹൃദയം ചുരുങ്ങുകയും തല അങ്ങോട്ട് വികസിക്കുകയും ചെയ്യും. കാരണം ഏതൊരു അധികാരവും നിലനിൽക്കണമെങ്കിൽ, അത് ഏതും ആവട്ടെ, അത് സ്പിരിച്വൽ സ്ഫിയറിലായിക്കൊള്ളട്ടെ ഭൗതികമായിക്കൊള്ളട്ടെ, ഇത് നിലനിൽക്കണമെങ്കിൽ കുറച്ച് തലയുടെ കളി ആവശ്യമുണ്ട്, കുറച്ച് തലയുടെ ഇടപെടൽ ആവശ്യമുണ്ട്. എല്ലാ പവറിൻ്റെ പിന്നിലും കൃത്യമായ ഒരു ബ്രെയിൻ ടാക്ടിക്സ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ പീറ്റർ യോഹന്നാനെ കണക്ക് ഹൃദയം കൊണ്ട് ജീവിച്ചൊരു മനുഷ്യൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇയാൾക്ക് എന്ത് സംഭവിക്കും? യേശു പറയും, ഞാൻ വീണ്ടും വരുവോളം അവനുണ്ടായിരിക്കും. അതിങ്ങനെ യേശു വരുമ്പോൾ ഈ മനുഷ്യന് മരണമില്ല എന്നൊക്കെ പറയുന്ന ഒരു വർത്തമാനത്തിൻ്റെയൊക്കെ തുടക്കമാണ്. പക്ഷേ അതിനേക്കാൾ ഭംഗിയുള്ളൊരു കാര്യമുണ്ട്. എന്താ എൻ്റെ അർത്ഥം? യോഹന്നാനെ കണക്ക് ഹൃദയമുള്ള ജീവിക്കുന്ന മനുഷ്യ ഇവിടെ എന്നും ഉണ്ടാവണം. അവർ ഈ ചുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ സഭയില്ല, അവരില്ലാതെ പോയി കഴിഞ്ഞാൽ പിന്നെ വീടില്ല, അവരില്ലാതെ പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയമില്ല, അവരില്ലാതെ പോയി കഴിഞ്ഞാൽ സംസ്കാരമില്ല. ഈ ഹൃദയപൂർവ്വം ജീവിക്കുന്ന മനുഷ്യർ അവസാനത്തോളം ഉണ്ടാവണം. ഒടുവിലായിട്ട് ആ ഹൃദയത്തിൻ്റെ, ആ തുറന്ന ഹൃദയത്തിൻ്റെ കാഴ്ച ഇത് കിട്ടാനുള്ള ഭാഗ്യവും ഈ ചെറുപ്പക്കാരൻ തന്നെയാണ് ഉണ്ടാവുന്നത്. നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, മരിച്ചിട്ടും അവൻ്റെ ചങ്കാര പിളർക്കുന്നുണ്ട്. പാരമ്പര്യം പറയുന്നത് ഒരു അന്ധനായൊരു മനുഷ്യനാണ് അവൻ്റെ നെഞ്ച് പിളർന്നുള്ളതാണ്.
എന്തായാലും വേദപുസ്തകത്തിൽ അത്തരം സൂചനകളില്ല. എന്നാലും വേദപുസ്തകത്തോളം പഴക്കമുള്ള ഐതിഹ്യവും മിത്തൊക്കെ ആയിട്ട്, കഥകളൊക്കെ ആയിട്ട് അത് നിൽപ്പുണ്ട്. അവന് നെഞ്ചു പിളർന്നു. ആ നെഞ്ചു പിളർന്ന മനുഷ്യൻ അന്ധനായിരുന്നു. ആ അന്ധൻ്റെ ആ കണ്ണുകളിലേക്ക് ഇങ്ങനെ ചോരയും ജലം ഒഴുകിയിട്ട് അയാളുടെ കണ്ണുകളെ സൗഖ്യപ്പെടുത്തുന്ന പറയുന്നത്. ഹൃദയത്തിൽ നിന്ന് വരുന്ന ഈ പുതിയ സ്നേഹപ്രവാഹത്തിൽ ലോകത്തിൻ്റെ മുഴുവൻ അന്ധതകളും സൗഖ്യപ്പെടുമെന്ന് യേശു വിശ്വസിച്ചു. ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഗഷ്ഫോർത്ത് എന്നൊരു വാക്കാണ്. ഉറവക്കണ്ണ് പൊട്ടി എന്നൊക്കെ പറയുന്ന കണക്കൊന്ന മരിച്ചവൻ്റെ ചങ്കിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം സംഭവിക്കാമല്ല. മരണം എന്ന് പറയുന്നത് മുഴുവൻ ചലനാത്മകതയും നിശ്ചലമാക്കുന്ന ഒന്നിൻ്റെ പേരാണ് മരണം. മരിച്ചവൻ്റെ ഉള്ളിൽ നിന്നൊന്നും പ്രവഹിക്കേണ്ട കാര്യമില്ല. പരമാവധി ഒരു ചലം പൊട്ടിയാലൊക്കെ ആകും. പക്ഷെ ഉപയോഗിക്കുന്ന വാക്ക് ഇങ്ങനെ ഉറവ് പൊട്ടി എന്നുള്ളത്. എന്താ അതിൻ്റെ അർത്ഥം? മരിച്ചിട്ടും അവൻ്റെ ഹൃദയം ഇപ്പോഴും സ്പന്ദിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് നമ്മൾ ഈ ഒരു പ്രതീകത്തെ, ചോരയും ജലം എന്ന് പറയുന്ന പ്രതീകത്തെ കൂദാശകളുടെ പ്രതീകമായിട്ട് എടുക്കുന്നുണ്ട്. ചോര എന്ന് പറയുന്നത് ഇങ്ങനെ യൂക്കരിസ്റ്റിൻ്റെ കുർബാനയുടെയൊക്കെ പ്രതീകമായിട്ട് കണക്കാക്കുന്നുണ്ട്. ജലം ജ്ഞാനസ്നാനത്തിൻ്റെയും അവൻ്റെ പിളർന്ന മാറിൽ നിന്നാണ് കൂദാശകളൊക്കെ പൊട്ടുന്നത്. കൂദാശകളൊക്കെ ആരംഭിക്കുന്നത് ഭംഗിയായ ഒരു ഓർമ്മപ്പെടുത്തലോടു കൂടിയാണ് ഈ ഹൃദയ വിചാരങ്ങൾ അവസാനിക്കുന്നത്. കണ്ട ആ ഒരു ഹൃദയ വിചാരങ്ങളെ നമുക്കിങ്ങനെ ഒന്ന് ക്രോഡീകരിക്കാം. ഹൃദയത്തെ കുറേ കൂടി ഗൗരവമായിട്ടെടുക്കാം. ഹൃദയം പറയുന്ന ആ മർമ്മരങ്ങൾക്ക് കുറേ കൂടി കാതോർക്കുക. പതുക്കെ പതുക്കെ തലച്ചോറ് ചുരുങ്ങുകയും ഹൃദയം വികസിക്കുകയും ചെയ്യുന്ന ഒരു മാനവരാശി രൂപപ്പെട്ടില്ലെങ്കിൽ ലോകം ഇങ്ങനെ അപകടത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. ഇനി അതിൻ്റെ ചുവടെന്നൊക്കെ പറയുന്നത് ഇനി വല്ലാത്ത ദുരന്തങ്ങളിലേക്ക്, അതിനു മുമ്പിൽ ഇനി വല്ലാത്ത ഇങ്ങനെ സൂയിസൈഡ് മുനമ്പുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറേ കൂടി ആ ഹൃദയം എന്ന് പറയുന്നൊരു ഘടകത്തെ എല്ലാ മേഖലകൾക്കകത്തും ഗൗരവമായിട്ട് എടുക്കാനുള്ള ക്ഷണമാവട്ടെ ഈ ജൂൺ മാസത്തിൽ ആ ദരിഹൃദയ നമസ്കാരവും ദരിഹൃദയ വണക്കമാസവും ഒക്കെ നമുക്ക് നൽകുന്ന ദൂത. ഒരു 5 ആ ഹൃദയ സൂചനകളാണ് നമ്മളെടുത്ത് കാണാനായിട്ട് ശ്രമിച്ചത്. ഒന്ന്, നിൻ്റെ ഹൃദയം എവിടെയാണ്? നിൻ്റെ നിക്ഷേപം എവിടെ ആയിരിക്കുമ്പോൾ അവിടെ ആയിരിക്കും നിൻ്റെ ഹൃദയം. ഓരോരുത്തരും ഇങ്ങനെ ചിന്തിക്കേണ്ടതുണ്ട്, എവിടെയായിട്ട് ഞാൻ എൻ്റെ ഹൃദയത്തെ വെച്ചിരിക്കണം? അത് നമുക്കിങ്ങനെ പറയുമ്പോൾ അഭിമാനം തോന്നുന്ന സബ്ലൈമായ ഇടങ്ങളിലാണോ അതോ ഓർക്കുമ്പോൾ ലജ്ജാഭാരം തോന്നുന്ന ഇടങ്ങളിലാണോ? 2, വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവൻ്റെ നദി ഒഴുകും. 3, എൻ്റെ ഹൃദയത്തിൽ നിന്ന് പഠിക്കുക, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. 4, അവൻ്റെ ചങ്കോട് ചേർന്നിങ്ങനെ കിടക്കാനായിട്ട് പറ്റുമെങ്കിൽ ജീവിതം പഴയതല്ല, ജീവിതം അല്പം പോലും പഴയതല്ല. യോഹന്നാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയ മാനസാന്തരം, ഏറ്റവും വലിയ രൂപാന്തരീകരണം, ഏറ്റവും വലിയ ഭാഗ്യമൊക്കെ അതുമായി ബന്ധപ്പെട്ടായിരുന്നു. അവൻ്റെ ചങ്കോട് ചേർന്ന് കിടക്കാനുള്ള ഭാഗ്യം. ചെയ്യാവുന്ന ഏറ്റവും നല്ല സുഹൃതം ഇതാണ്. ഈ വണക്കമാസത്തിലൊക്കെ ഇങ്ങനെ തിരുഹൃദയ നടയിൽ കുഞ്ഞുങ്ങളുമായിട്ടിരിക്കുമ്പോൾ വെറുതെ സങ്കല്പിക്കുക, ഞാൻ എൻ്റെ ശിരസ് അവൻ്റെ ചങ്കോട് ചേർന്ന് പിടിക്കാൻ പോവുക. ലീവ് വിത്ത് ദ ഹാർട്ട്. അതിങ്ങനെ വലിയ ഒരു പ്രധാനമായിട്ട്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ സെറ്റ് ബാക്സ് ഉണ്ടായ കുഴപ്പമില്ല. ഒത്തിരി തിരിച്ചടികളുണ്ടാവും, ഒത്തിരി പരാജയങ്ങളുണ്ടാവും, ഒത്തിരി നിങ്ങൾ വിഡ്ഢിയെന്നൊക്കെ കരുതപ്പെടും. എന്നിട്ടും എന്ത് ഭംഗിയാണ് ഈ ഹൃദയം കൊണ്ട് ജീവിക്കുന്നവരെ കാണുക എന്നുള്ളത്. അവസാനമായിട്ട് അവൻ്റെ പിളർക്കപ്പെട്ട നെഞ്ചിൻ്റെ നേർക്കാഴ്ച ഉണ്ടാവുക. മരിച്ചിട്ടും അവൻ്റെ ഹൃദയം മിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ മരിച്ചവൻ്റെ ചങ്കിൽ നിന്ന് രക്തവും ജലവും ഇപ്പോഴും ഒഴുകുന്നത്. നമുക്ക് അത് ആ കുഞ്ഞ് പറയുന്ന കണക്ക്, അല്ലെങ്കിൽ കുഞ്ഞിനോട് അഭ്യാസം പറഞ്ഞ കണക്ക് ഇങ്ങനെ ഒരു സങ്കല്പം ഉണ്ടാവാം. ഒരുമിച്ച് മിടിക്കാം. ആ ഒരു വലിയ ഹൃദയം, ഭൂമിയെ മുഴുവൻ സ്നേഹിക്കാൻ മാത്രം വിശാലതയുണ്ടായ, ഭൂമിക്ക് വേണ്ടി കത്തിജ്വലിക്കുന്ന, ഭൂമിക്ക് വേണ്ടി ഇങ്ങനെ മുൾമുടി അണിഞ്ഞ, ഭൂമിക്ക് വേണ്ടി ഇങ്ങനെ കുരിശ് വഹിച്ച ആ വലിയ ഹൃദയത്തോട് മിടിക്കാനുള്ള ഭാഗ്യം, ആ ഭാഗ്യമാവട്ടെ. ഒരുപക്ഷെ ആ ഭാഗ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസിക്കുകയാണ് ഒരുപക്ഷെ ഈ ജൂൺ മാസം നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പ്രാർത്ഥന. ആമേൻ. ജീവിതം പ്രഭാമയം സന്നിധാനം തമോന്മുഖം. ജീവിതം പ്രഭാമയം സന്നിധാനം